നമസ്കാരം. തുവാരി എലീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 12th എക്സാമിനേഷൻ കഴിഞ്ഞു വിദ്യാർത്ഥികൾ ഡിഗ്രി അഡ്മിഷന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് പ്രവാസി വിദ്യാർത്ഥികൾക്ക് NRI സ്റ്റുഡൻസിന് NIT, IIIT പോലുള്ള പ്രീമിയം കോളേജിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള ഒരു സുവർണാവസരമാണ് ദാസ സ്കീം. ദാസ സ്കീമിൽ 2 കാറ്റഗറിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒന്ന് CIWJയും മറ്റൊന്ന് നോൺ CIWJയും. നോൺ CIWJയിൽ എല്ലാ പ്രവാസി വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ CIWJ കാറ്റഗറി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗൾഫ് രാജ്യങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 2 കാറ്റഗറിയിലും അപേക്ഷിക്കാവുന്നതാണ്. അതായത് അവർക്ക് CIWJ സ്കീമിലും നോൺ CIWJ സ്കീമിലും അപേക്ഷിക്കാവുന്നതാണ്. നോൺ CIWJ സ്കീമിൽ സാർക്ക് രാജ്യങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും നോൺ സാർക്ക് രാജ്യങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായ ഫീസാണ് ഉള്ളത്. എന്നാൽ CIWJ സ്കീമിൽ അപേക്ഷിക്കുന്നവർക്ക് JEE മെയിൻ എക്സാമിൽ പാസ്സായി ജോസ ത്രൂ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് CIWJ സ്കീമിൽ അപേക്ഷിക്കുന്നവർക്കുള്ളത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. CIWJ സ്കീമിൽ അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികൾ +1, +2 കോഴ്സ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പഠിച്ചവരായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ പാരന്റ്സ് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. മറ്റൊന്ന്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് +2 75% കുറയാത്ത മാർക്ക് നേടിയവരായിരിക്കണം. അതോടൊപ്പം തന്നെ JEE മെയിൻ എക്സാമിനേഷൻ എഴുതി അതിൽ അവർക്ക് ഒരു സ്കോർ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് CIWJ സ്കീമിൽ അഡ്മിഷൻ എടുക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.